പൂതനാമോക്ഷം. ദേവകിയുടെ 8ാമത്തെ പുത്രൻ തന്നെ വധിക്കുമെന്ന അശരീരിയെ തുടർന്ന് ആകെ ഭയചകിതനായ കംസന് കൃഷ്ണൻ ഗോകുലത്തിലുണ്ടെന്ന് വിവരം കിട്ടുന്നു. രാജ്യത്തെ സകല നവജാത ശിശുക്കളെയും കൊന്നെടുക്കാൻ കൽപ്പിച്ച കംസൻ കണ്ണനെ കൊല്ലാൻ പൂതനയെ ഏർപ്പാടാക്കുന്നു. ഒരു സുന്ദരിയുടെ വേഷത്തിൽ ഗോകുലത്തിലെത്തിയ പൂതന യശോദയുടെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ച് കണ്ണനെ കയ്യിലെടുത്ത് പാൽ കൊടുക്കുന്നു. എന്നാൽ ഒരൊറ്റ പിടുത്തത്തിൽ കണ്ണൻ പൂതനയുടെ സകലതും വലിച്ചെടുക്കുന്നു. പൂതന ഒരു പർവ്വതം കണക്കെ മരിച്ചു വീഴുന്നു. ഇനി ഇതിൻ്റെ ആധ്യാത്മതലം. തീർച്ചയായും പൂതനയുടെ കണ്ണീർ ദുഃഖത്തിൻ്റെ കണ്ണീരല്ല, വേദനയുടെ കണ്ണുനീരല്ല, അടക്കാനാവാത്ത നിർവൃതിയുടെ കണ്ണുനീരാണ്, പരമാനന്ദത്തിൻ്റെ കണ്ണുനീരാണ്. ഭഗവാന്റെ ഒരൊറ്റ പിടുത്തത്തിൽ അവൾ തീർന്നു. അതുകൊണ്ടാണ് അവൾ അവസാനമായി പറഞ്ഞത്, അലം അലം, മതിയായി ഭഗവാനെ, ഈ വ്യർത്ഥമായ ലൗകിക ജീവിതം മതിയായി. പരമമായ മുക്തി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്.